ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അഖിൽ ശ്രീ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു വയനാടൻ ട്രിപ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. KSRTC ബസ്സിലാണ് നമ്മുടെ ഈ യാത്ര. രാവിലെ 7:20 പയ്യന്നൂർ KSRTC ഡിപ്പോയിൽ നിന്നും എടുക്കുന്ന ബസ്സിനാണ് നമ്മുടെ യാത്ര. രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഡിപ്പോയിലെത്തി. രാവിലെ ആയതുകൊണ്ട് തന്നെ ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബസ്സിൻ്റെ മുന്നിൽ തന്നെ സീറ്റ് കിട്ടിയതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് സൗകര്യമുണ്ടായി. ഒക്കെ കണ്ട് നമ്മൾ മാനന്തവാടിയിലെത്തി. മാനന്തവാടിയിൽ നിന്ന് നമുക്ക് കൽപ്പറ്റ ബസ്സിനാണ് കയറേണ്ടത്. കൽപ്പറ്റയിലേക്ക് ബസ് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ അധിക നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല. നമ്മളിവിടെ എത്തുമ്പോഴേക്കും റിസോർട്ടിൽ നിന്നും ജീപ്പ് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിരുന്നു. ഇവിടുന്ന് റിസോർട്ട് വരെയുള്ള ഒരു 20 മിനിറ്റ് ജീപ്പിലെ ഓഫ് റോഡ് യാത്ര ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. വലിയൊരു ഫോറസ്റ്റിൻ്റെ നടുവിലായിട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള നോയ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ചായയാണ് കുടിച്ചത്. ചായയുടെ കൂടെ ഒരു ചെറിയൊരു സ്നാക്സും ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും അടുത്ത ടീമിനെയും കൊണ്ട് ജീപ്പ് വന്നു. റൂമൊക്കെ
ഇതാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഏരിയ. നൈറ്റ് ഡിന്നറിന് ശേഷമുള്ള ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ അടുത്തുള്ള പുഴയുടെ തീരത്തേക്ക് പോകാമെന്ന് ഇവിടുന്ന് അവർ പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ റിസോർട്ടിന് തൊട്ട് ചേർന്നാണ് ഈ പുഴ വരുന്നത്. ഈ പുഴയുടെ ശബ്ദമാണ് നമുക്ക് നമ്മുടെ ബാൽക്കണിയിൽ നിന്നും കേൾക്കാൻ പറ്റുന്നത്. മഴയുള്ള ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒഴുക്കും വെള്ളവും ഉണ്ടായിരുന്നു. പുഴയിലൊക്കെ ഇറങ്ങി കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യവും ഉണ്ട്. മറക്കല്ലേ.